ഈശോയുടെ പെസഹ ദിനത്തിലാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പൗരോഹിത്യം എന്ന കൂദാശ സ്ഥാപിച്ചതുമെല്ലാം പെസഹയുടെ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു അനുഭവമാണ് ഞാൻ ആദ്യം ഓർക്കുക. ജീസസ് ഫ്രട്ടേണിറ്റി എന്ന ആ സംഘടനയുടെ കൂടെ ഒരു ജയിൽ സന്ദർശനത്തിനായിട്ട് നെയ്യാറ്റിൻകര തുറന്ന ജയിലിൽ പോയ ഒരു അനുഭവമാണ് ഓർക്കുക. ആ ജയിലിൻ്റെ 3 ഭാഗത്തും കൂടെയാണ് തടവുകാർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥലമാണ്. 20, 18, 12 വർഷങ്ങൾ ആ ജയിലിൽ കഴിയുന്ന ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 1000-ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു 10-300 പേരോളം ഒരുമിച്ച് ഒരു ഹോളിൽ ആയിരിക്കുകയാണ്. അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അതുപോലെ തന്നെ കലാപരിപാടികളിലൂടെ അവരെ ദൈവികമായ സന്ദേശമൊക്കെ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു 5-6 പേര് അവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ ഈ പരിപാടികളെല്ലാം ആരംഭിച്ച് അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം മുഖം നിർവികാരമായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഒരു ചൈതന്യവും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ദൈവികമായ വചനങ്ങൾ പ്രകാരം പ്രാർത്ഥനകൾ ചൊല്ലിയാലും അതൊന്നും അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നില്ലാത്ത ഒരു അനുഭവം. അപ്പോൾ ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു, നമുക്ക് അല്പസമയം മാറി നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറയുകയാണ്, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഒരു കാര്യം തോന്നിപ്പിക്കുന്നത് ഇതാണ്. ഈശോ സെഗിയോൻ മാളികയിൽ പാദങ്ങൾ കഴുകുന്ന ആ ഈശോ ചെയ്ത അതേ കാര്യം നാമും ഇവിടെ ചെയ്യണം. നമുക്ക് ഇവരുടെ എല്ലാം കാലുകൾ തൊട്ട് ചുംബിക്കാം. അപ്പോൾ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ആ മനുഷ്യരോടെല്ലാം എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മാറി മാറി ഓരോരുത്തരുടെയും മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ ചുംബിച്ചു. ഒരാളുടെ പാദം ചുംബിച്ചതിന് ശേഷം അടുത്തയാളുടെ പാദം ഞങ്ങളെല്ലാവരെയും മാറി മാറി ചുംബിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യർ ഞങ്ങളെ തടയാനൊക്കെ നോക്കി, പക്ഷെ ഞങ്ങളത് അനുവദിച്ചില്ല. ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരുടെയും പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടെ ചുംബിക്കുകയാണ്. ആ സമയത്ത് അവരുടെയൊക്കെ മുഖങ്ങൾ മാറുകയാണ്. അതുവരെ അവരുടെ മുഖങ്ങൾ നിർവികാരമായിരുന്നുവെങ്കിൽ ഇതാ ഇപ്പോൾ ആ കണ്ണുകളിൽ നിന്നെല്ലാം കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുന്നു. അവരുടെ ആ മുഖത്ത് പുഞ്ചിരി വിരിയുന്നു. വലിയ ഒരു ദൈവികമായ അനുഭവം അവരുടെ എല്ലാ മുഖങ്ങളിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓരോ പരിപാടിയും, പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയൊക്കെ ഏറ്റവും ഭക്തിപൂർവം അവർ അർപ്പിക്കുകയാണ്. പരസ്പരം കെട്ടിപ്പിടിക്കുവാനും സമാധാനം ആശംസിക്കുവാനും എല്ലാം ആ സമയത്ത് അവിടെ ആ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഒരു എളിമയുടെ ഒരു ചെറിയ പ്രവൃത്തി ഇതാ വലിയൊരു മാറ്റം ആ ജയിലിൽ സംഭവിക്കുന്നത് കാണുവാൻ സാധിക്കുകയാണ്. ഇത് തന്നെയല്ലേ നമുക്ക് ഈശോയുടെ ആ മാളിക മുറിയിലും കാണുവാനായിട്ട് സാധിക്കുക. ഈശോ അർപ്പിച്ച പെസഹ പഴയ നിയമത്തിൻ്റെ ആ പെസഹയുടെ തുടർച്ച തന്നെയാണ്. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഈ സമയം ഈശോ അത് ഉപയോഗിക്കുകയാണ്. പഴയ കാലത്തെ ആ പെസഹ അവർ യഹൂദർ ആചരിച്ചിരുന്നത് തങ്ങളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച ആ അനുഭവം ഓർക്കുവാനും ആ കഷ്ടപ്പാടുകൾ അനുസ്മരിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഒക്കെയാണ്. ആദ്യം തന്നെ അവർ തങ്ങളുടെ വീടുകളുടെ കട്ടിലപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കും.
സംഹാരദൂതൻ ആ ഭവനങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുവാൻ വേണ്ടി പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കും, പുതിയ ഒരു ജീവിതം തുടങ്ങുവാൻ വേണ്ടി. അതുപോലെ തന്നെ പച്ചിലകൾ ഒക്കെ കഴിക്കും, കയ്പുള്ള പച്ചിലകൾ. ഈജിപ്തിലെ അവർ അനുഭവിച്ച ആ വേദനകളൊക്കെ ഓർക്കുവാൻ വേണ്ടി ഒരു നന്ദിയുടെ ആചരണമായി തിടുക്കത്തിൽ അവർ ആ ഭക്ഷണം കഴിക്കുകയാണ് പെസഹ ആചരണം. പെസഹായ്ക്ക് മുമ്പ് ആ കുടുംബത്തിലെ തന്നെ ഒരു അടിമ അല്ലെങ്കിൽ ഒരു അംഗം, ഏറ്റവും ചെറിയ ഒരു വ്യക്തി, മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകണം. ഇവിടെ ഇതാ ഈശോയുടെ ആ മാളിക മുറിയിൽ ആരും തങ്ങളുടെ പാദങ്ങൾ കഴുകുന്നില്ല. കാരണം ശിഷ്യന്മാരെല്ലാം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നിസ്സാരനായ വ്യക്തി വേണം മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാൻ. അവർ തർക്കിക്കുകയാണ്. ആരാണ് നിസ്സാരൻ, ആരാണ് ശുശ്രൂഷകൻ, ആരാണ് ചെറിയവൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്കാണ് ഈശോ വരിക. ഈശോ കാണുകയാണ് ആരും പെസഹ ആചരിക്കുവാനായിട്ട് ഒരുങ്ങുന്നില്ല. ഈശോ തന്നെ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ വലിയ മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയായി അധികാരം ഏറ്റെടുത്ത് സാധാരണ മാർപ്പാപ്പമാർ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ എല്ലാവരെയും ആശീർവദിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പതിവിന് വിപരീതമായി അവിടെ തടിച്ചു വീണിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പാകെ മുട്ടുകുത്തി നിങ്ങൾ എന്നെ ആശീർവദിക്കണം എന്ന് പറയുകയാണ്. ആ ജനങ്ങളുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ ആ ദൗത്യം ആരംഭിച്ചത്. ഇവിടെ ഇതാ ഈ പെസഹായുടെ ആ ദിവസം നമ്മൾ കാണുകയാണ് ഇവരുടെ എല്ലാം ശിഷ്യന്മാരുടെ എല്ലാം പാദങ്ങൾ കഴുകുന്നത്. 12 പേര് ഈശോയിൽ കൂടെ കൂട്ടി 13 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമത് ഈശോ, 13-ാമനാണ് യൂദാസ് കറിയാത്ത. ആ 13-ാമനാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ 13 എന്ന നമ്പർ ഒരു അപശകുനമായി അല്ലെങ്കിൽ അതൊരു ശാപത്തിന്റെ ഒരു നമ്പറായിട്ട് പാശ്ചാത്യ ലോകവും അല്ലെങ്കിൽ നമ്മിൽ പലരുമൊക്കെ ചിന്തിക്കുക. പല ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 13-ാം നമ്പർ ഉണ്ടായിരിക്കുകയില്ല, 13-ാം നമ്പർ സീറ്റിൽ ആരും ഇരിക്കുകയില്ല. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു ആധ്യാത്മിക ചിന്ത നമുക്കിവിടെ കൊണ്ടുവരാവുന്നത് ഇതാണ്. 12 ശിഷ്യന്മാർ. ഈശോ പറയുന്നുണ്ട് പകലിന് 12 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ പകലിന്റെ ആ അധ്വാനം, പകലിന്റെ ആ വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് പരിശ്രമിക്കുക. പകലിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂര്യനാണ്, അത് യേശുവാണ്. യേശു നമ്മുടെ 12 മണിക്കൂറുകൾ നമ്മുടെ കൂടെ നമ്മെ ആ പ്രകാശത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും തട്ടി വീഴുകയില്ല. ഇവിടെയുള്ള ഈ 12 ശിഷ്യന്മാരിൽ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തിയും തള്ളിപ്പറയുന്ന വ്യക്തിയും സംശയിക്കുന്ന വ്യക്തികളുമൊക്കെ ഉണ്ട്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന, അല്ലെങ്കിൽ കുറ്റം പറയുന്ന, അതുമല്ലെങ്കിൽ അസൂയുള്ള ശിഷ്യന്മാരൊക്കെ അവിടെയുണ്ട്. ഈ 12 പേരും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മനോഭാവങ്ങളല്ലേ എന്ന് ഈ നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ 12 മണിക്കൂറുകളിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും 12 മണിക്കൂറിൽ ഈശോയെ തള്ളിപ്പറയുന്ന മണിക്കൂറുണ്ട്, ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന മണിക്കൂറുണ്ട്, ഈശോയെ സംശയിക്കുന്ന മണിക്കൂറുകളൊക്കെ ഇല്ലേ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ജീവിത അവസ്ഥ അത് കഴുകി ശുദ്ധിയാക്കേണ്ടത് ആവശ്യമാണ്. ഈശോ ഇതാ പത്രോസിന്റെ അല്ലെങ്കിൽ ഈശോയെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. ആ പത്രോസിനെ കഴുകുകയാണ്. പത്രോസിനെ കഴുകുമ്പോൾ പത്രോസ് പറയുകയാണ് നീ എന്നെ കഴുകരുത്. അപ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ കുളി കഴിഞ്ഞവന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? സഭാപിതാക്കന്മാർ പറയുക കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിക്കുന്ന നിമിഷമാണ് അത് എന്നതാണ്. കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാമോദീസയാണ്, പാദങ്ങൾ കഴുകുന്നത് കുമ്പസാരവും. അതുകൊണ്ടാണ് പെസഹ കാലത്തിൽ നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുക. ഈശോയുടെ ഒപ്പം നമ്മൾ പാദങ്ങൾ
പാദങ്ങൾ കഴുകുന്ന ആ നിമിഷമാണ് നമ്മുടെ കുമ്പസാരം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇതാണ്, ആ സമയത്താണ് ഈശോ സുവിശേഷ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചതിന്റെ ഓർമ്മയാണ് ആ പാദങ്ങൾ കഴുകുക. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന്. അപ്പോൾ ഇതാ ഈശോയുടെ അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദങ്ങൾ കഴുകി പാപമോചനം നേടുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോയുടെ ആ കഴുകൽ ശുശ്രൂഷ നടത്തണം. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുന്നവരായിട്ട് മാറണം എന്ന് ഈശോ നമ്മോട് പറയുകയാണ്. ഇവിടെയുള്ള ഈ 12 ശിഷ്യന്മാരെ നാം നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ മികവുറ്റവരോ കഴിവുള്ളവരോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. അവരെല്ലാവരും വളരെ നിസ്സാരരായ മനുഷ്യരാണ്. ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈശോയാണ്. ഈശോയാണ് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കഴിവുള്ളവരൊക്കെ തിരഞ്ഞെടുക്കാമല്ലോ. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, കഴിവുള്ള വ്യക്തികളിൽ ദൈവത്തിന്റെ ആ കൃപാവർഷം ഒഴുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അവരിൽ പ്രവർത്തിക്കുവാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ലേ ഈ ദൈവം ഇസ്രായേലിനെ നയിക്കുവാൻ വേണ്ടി മോശയെ തിരഞ്ഞെടുത്തത്. മോശ നമുക്കറിയാം, ഒരു വിക്കനായ മനുഷ്യനായിരുന്നു. മോശയുടെ ആ കുറവ് പരിഹരിക്കുവാനായിട്ട് ദൈവത്തിന് ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷെ ആ കുറവ് ദൈവം പരിഹരിക്കുന്നില്ല, മറിച്ച് മോശയെ സഹായിക്കുവാൻ വേണ്ടി അഹറോനെയാണ് ദൈവം അയച്ചത്. അഹറോൻ മോശയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. പക്ഷെ മോശയ്ക്കയുടെ ആ സ്ഥാനം അത് വലുതായിരുന്നു. ഇസ്രായേലിന്റെ വലിയ പ്രവാചകന്മാരിൽ ഒരാളായി മോശയാണ് ദൈവം തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഇടയ ബാലനായിരുന്ന ദാവീദ് ഗോലിയാത്തിനെ വധിക്കുവാൻ, ശക്തനായ ഗോലിയാത്തിനെ വധിക്കുവാൻ വേണ്ടി ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആ ദാവീദിനെ തന്നെ വലിയ രാജാവായി, ഇസ്രായേലിന്റെ രാജാവായിട്ട് ഇതാ ഈശോ ദൈവം മാറ്റുകയാണ്. അപ്പോൾ വലിയ കഴിവുകളും വലിയ ആ വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെന്നൊന്നുമില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുവാൻ നമ്മുടെ ആ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാ നമ്മൾ കാണുന്നുണ്ട്, 5 അപ്പം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ അത് 5000 പേർക്ക് വേണ്ടി നൽകത്തക്ക വിധം അത് തരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഈശോ ഇവിടെ ഇതാ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. തന്നെ തന്നെ എല്ലാവർക്കും ഭക്ഷണ പാനീയങ്ങളായി അടുത്ത ദിവസം നൽകുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുങ്ങുകയാണ്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും നിത്യജീവൻ നൽകുവാൻ വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഈ പരിശുദ്ധ കുർബാന എപ്രകാരമാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഈശോ സ്വയം ഒരു അപ്പമായിട്ട് ചുട്ടെടുക്കപ്പെടുന്ന ആ മണിക്കൂറുകളാണ് പിന്നീടെല്ലാം വരുന്നത്. അവിടുന്ന് ഇതാ ചമ്മട്ടിയിടയിൽക്കപ്പെടുന്നു, കൊടുക്കപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് യാത്രയാകുന്നു. അവിടെ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അങ്ങനെ ഒരു ഗോതമ്പ് മണി എപ്രകാരം എരിഞ്ഞമരുന്നു, അല്ലെങ്കിൽ ഒരു മുന്തിരിപ്പഴം എപ്രകാരം എരിഞ്ഞ് പൊടിഞ്ഞില്ലാതാകുന്നു, അതുപോലെയാണ് ഈശോ പരിശുദ്ധ കുർബാനയായി മാറിയത് എന്ന് നമ്മൾ ഈ ദിവസം അനുസ്മരിക്കുകയാണ്. നമ്മോടുള്ള വലിയ ആ സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട ആ തിരുവചന ഭാഗം, ഈശോ ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, താൻ തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ അവിടുന്ന് വലിയ സ്നേഹം നൽകുകയാണ്. ഈ നിമിഷം നമുക്കും നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നാമും ഇപ്രകാരം സ്നേഹത്തിന്റെ വ്യക്തികളാണോ? തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ ഈശോ സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ എന്നും വസിക്കുവാൻ വേണ്ടി ഈശോ പരിശുദ്ധ കുർബാനയായി മാറി. ആ പരിശുദ്ധ കുർബാന ലോകാവസാനത്തോളം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനായിട്ട് അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിക്കുകയാണ്. ഇതാ
മോശ തൻ്റെ അഹ്റോനെയും മറ്റു ശുശ്രൂഷകരെ എല്ലാം പാദങ്ങൾ കഴുകിയാണ് അവരെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയത്. ഇവിടെ ഇതാ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് യേശു അവരെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുകയാണ്. ഓരോ പുരോഹിതനും നമ്മളെ ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചതുപോലെ വലിയ കഴിവുള്ളവരോ വലിയ മികവുള്ളവരോ ഒന്നും ആയിരിക്കണമെന്നില്ല. നമുക്ക് കാണുവാൻ സാധിക്കും ഈ ലോകത്തിലുള്ളവരാണ് കൂടുതൽ കഴിവുള്ളവർ, മെച്ചമുള്ളവർ എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ, കൃപകൾ ചൊരിയുവാൻ വേണ്ടി ബലഹീനരായ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് വൈദികരാക്കുവാൻ വേണ്ടി. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്ത് പല കുറവുകളും ഉണ്ടാകും. അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ശക്തിപ്പെടുത്തുവാൻ, അവരെ സാന്ത്വനിപ്പിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയണം. ഇതാ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ഹൃദയവേദന ആ ശിഷ്യന്മാർ അറിയുന്നില്ല. അവര് വലിയ വലിയ സ്വപ്നങ്ങളിലൂടെ ഈ ലോകത്തിന്റെ രാജാവാകണം, അല്ലെങ്കിൽ വലിയ വലിയ നിലകളിൽ എത്തിച്ചേരണമെന്ന സ്വപ്നങ്ങളുമായി ആ ശിഷ്യന്മാർ അവിടെ ഇരിക്കുമ്പോൾ ഈശോ ഹൃദയവേദനയോടെ തനിക്ക് ഉണ്ടാകുന്ന വലിയ ആ കുരിശു മരണത്തെ, പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വേദനയിൽ മുഴുകി, ഹൃദയവേദനയിൽ മുഴുകി അവിടെ ഇരിക്കുകയാണ്. പലപ്പോഴും വൈദികരും ഇതുപോലെ വേദനയിലൊക്കെ മുഴുകുമ്പോൾ ഈ ലോകത്തിന്റെ ആ മനുഷ്യർ തങ്ങളുടേതായ ആ സ്വപ്നങ്ങളിൽ ആയിരിക്കുകയാണ്. ഈശോ ആഗ്രഹിക്കുന്നതാണ്, എന്നോടൊപ്പം 1 മണിക്കൂർ നിങ്ങൾ ഉണർന്നിരിക്കുന്ന പ്രാർത്ഥിക്കുക. ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ച ആ ബലിയുടെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുക. അവിടുന്ന് പരിശുദ്ധ കുർബാനയായതിനെ കുറിച്ച് ചിന്തിക്കുക. ആ പരിശുദ്ധ കുർബാനയുടെ ആ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാമും കുർബാനയായി മാറണം. നാമും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്നവരായി മാറണം. അവിടുത്തെ ആ തിരുവിഷ്ടം, ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി നാം മാറണം. അപ്പോഴാണ് ഈ പെസഹ ആചരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായി മാറുകയുള്ളൂ. ഇന്ന് വൈകുന്നേരങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഇതാ പിതാക്കന്മാർ അപ്പം മുറിച്ച് മക്കൾക്ക് നൽകുകയാണ്. ആ അപ്പം മുറിച്ച് നൽകുമ്പോൾ ഇതാ ആ അപ്പത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആ പിതാവിന്റെ ത്യാഗം, ആ മാതാവിന്റെ സ്നേഹം, വാത്സല്യം ഇതാ മക്കളിലേക്ക് ചൊരിയപ്പെടുകയാണ്. തലമുറകളിലേക്ക് അത് ചൊരിയപ്പെടുകയാണ്. അവരെയൊക്കെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് വേണ്ടി അർപ്പിച്ച ത്യാഗത്തിന്റെ ആ ചൈതന്യം സ്വന്തമാക്കുവാൻ ഈ പെസഹ ദിനത്തിൽ നമുക്ക് സാധിക്കണം. ഈശോ കാണിച്ചു തന്ന ആ വിനയത്തിന്റെ, ആ സ്നേഹത്തിന്റെ മാതൃക നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കുന്നവരായി നമുക്ക് മാറാം. ഈ പെസഹയിൽ ഈശോയുടെ ഒപ്പം നമുക്കുമായിരിക്കാം. ഈശോയെ ഒരിക്കലും തള്ളി പറയാതെ, അവിടുത്തോട് ചേർന്ന്, അവിടുത്തെ ഉപേക്ഷിച്ചു പോകാതെ, അവിടുത്തെ സംശയിക്കാതെ, അവിടുത്തെ ആ സ്നേഹിച്ചുകൊണ്ട് അവസാനം വരെ അവിടുത്തോടൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് ഈ പെസഹ ആചരണം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഈ വിശുദ്ധ ബലിയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഒരു അപേക്ഷ മാത്രം, നിന്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കണം. നിന്റെ ജീവിതത്തിലേക്ക് ഈശോയെ പൂർണ്ണമായി നീ ഒന്ന് സ്വീകരിക്കണം. ഈശോയെ, ഇതാ എന്റെ ജീവിതത്തെ എന്ന് ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായി പറയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തില് പിതാവായ അബ്രാഹത്തോട് മോറിയ മരുഭൂമിയിൽ വെച്ച് മകൻ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ബലിയർപ്പിക്കുവാൻ ബലിമൃഗം എവിടെ? വിശുദ്ധ കുർബാനയുടെ ഈശോ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് സകലരുടെയും മോചനദ്രവ്യമായിരുന്നു. പകരങ്ങളില്ലാത്ത, അതിരുകളില്ലാത്ത സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. ആ സ്നേഹബലിയിലേക്ക് ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോ ബലിയായി തീർന്നുവെങ്കിൽ ഇനിയൊരു കാളക്കിടാവോ, ഇനിയൊരു ചെങ്ങാലിയോ, ഒരു ഉറുമ്പ് പോലുമോ ബലിയായി തീരുവാൻ പാടില്ല എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് അപ്പം കൊണ്ട് സകലതം അടയാളപ്പെടുത്തി കാൽവരിയിൽ ബലിയായി തീർന്നവൻ. ഇനി നിന്റെ ജീവിതം വെയിലേറ്റ് വാടുകയോ വഴിയിൽ തളർന്നു പോവുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഏറെ ആഗ്രഹിക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർക്കുന്ന നിമിഷം പറയുന്നത്
ഇനിയും നമുക്ക് ഈശോയോടൊപ്പം ഗെത്സമനിയിലേക്ക് പോകണം, അവിടുത്തോടൊപ്പം പ്രാർത്ഥിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു കല്ലേറ് ഒരല്പദൂരമായി പോവുകയാണ്. നമ്മളും നമ്മുടെ കുടുംബത്തോട് ചേർന്ന് ആയിരിക്കുന്ന നിമിഷങ്ങളിൽ സന്ധ്യാസമയത്തുണ്ടാകും. അതെല്ലാം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആയിരിക്കാം. അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പൗരോഹിത്യം സ്ഥാപിച്ചു. വിശുദ്ധ കുർബാന നിത്യജീവിയുടെ അപ്പമാണ്. സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള പൊതുച്ചോറാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന നൽകിയ ദൈവത്തിന്, വിശുദ്ധ കുർബാനയായി തീർന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇരുകരങ്ങൾ ഉയർത്തി വിശ്വസിക്കാം. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, സമർപ്പിക്കുന്നു. Amen.